കഴക്കൂട്ടത്തുള്ള ലിയാത്ത് ആനിമേഷൻ സെന്റർ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ക്ലരീഷ്യൻ സന്യാസ വൈദികരുടെ യുവജന പ്രേക്ഷിതത്വത്തിനായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന വസതിയാണ്. നിയമപരമായി ഈ ഭവനം ചങ്ങനാശ്ശേരി അതിരൂപതയോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലിയാത്ത് എന്ന ഹീബ്രു ഭാഷയിലെ ഈ പദത്തിന്റെ അർത്ഥം നീ എന്റേതാണ് എന്നാണ്. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന യുവജനങ്ങളിലേക്ക് സുവിശേഷ സേവനം വ്യാപിപ്പിക്കണമെന്ന ക്ലരീഷ്യൻ വൈദികരുടെ ദീർഘകാല ആഗ്രഹത്തിന്റെ ഫലമായാണ് ഈ കേന്ദ്രം രൂപം കൊണ്ടത്. ദൈനംദിന വിശുദ്ധ കുർബാന, കുംഭസാരം, ആരാധന കൂടാതെ ഇടയ്ക്കിടെ സംഘടിപ്പിക്കുന്ന സൗഹൃദ സംഗമങ്ങൾ എന്നിവയിലൂടെ നൂറുകണക്കിന് IT മേഖലയിലെ യുവാക്കൾ, കുടുംബങ്ങൾ, കുട്ടികൾ എന്നിവർ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നു. അതുവഴി അവരുടെ വിശ്വാസ ജീവിതം കൂടുതൽ ആഴത്തിലും ആനന്ദത്തിലും ജീവിക്കുവാൻ ഈ ഭവനം സഹായിക്കുന്നു. തിരുവനന്തപുരത്ത് ക്ലരീഷ്യൻ സന്യാസ വൈദികരും ജീസസ് യൂത്ത് എന്ന കത്തോലിക്ക യുവജന പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധം 2007 ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തോമസ് മണമേലച്ചൻ മൺവിളയിലെ സാധന റിന്യൂവൽ സെന്ററിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി സേവനം ചെയ്തുകൊണ്ട് ടെക്നോ പാർക്കിലെ ജീസസ് യൂത്തിന് ആത്മീയ പിന്തുണ നൽകി. തുടർന്ന് ഫാദർ കൊച്ചികുന്നേൽ സാബി, ഫാദർ കൊച്ചുമുട്ടം സാം, ഫാദർ കുന്നത്ത് ടുബി, ഫാദർ മുക്കാലിയിൽ മാത്യു എന്നിവർ സാധന റിന്യൂവൽ സെന്റർ മൺവിളയിലും സാന്ത്വന സെന്റർ വലിയതുറയിലും നിന്ന് ഈ ശുശ്രൂഷ തുടർന്നു കൊണ്ടുപോയി. 2018 ഡൊമിനിക് കുട്ടിയാനിയിലച്ചൻ ടെക്നോ പാർക്കിലെ ജീസസ് യൂത്തിന്റെ ഔദ്യോഗിക ചാപ്ലിനായി നിയമിതനായി. തുടർന്ന് സാധന റിന്യൂവൽ സെന്റർ ജീസസ് യൂത്തിന്റെ സ്ഥിരം സംഗമങ്ങളും യുവജന സമ്മേളനങ്ങളും നടക്കുന്ന ആത്മീയ കേന്ദ്രമായി മാറി. ടെക്നോ പാർക്കിന് സമീപം നിരന്തരം ആരാധനയ്ക്കുള്ള ഒരു ചാപ്പൽ സ്ഥാപിക്കണമെന്ന ശക്തമായ ആത്മീയ അവബോധം ഫാദർ ഡൊമിനിക്കിൽ വളർന്നു. ഈ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയായി 2018 ജൂൺ 7 9 അംഗങ്ങളുമായി ടെക്നോ പാർക്ക് ചാപ്പൽ എന്ന വാട്സപ്പ് പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു. ഈ ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം സ്വപ്ന ചാപ്പലിന്റെ സാക്ഷാത്കാരത്തിനായി പ്രാർത്ഥിക്കുക എന്നതായിരുന്നു. സഭയുടെ ഔദ്യോഗിക നടത്തിപ്പിന്റെ ഭാഗമായി 2019 ക്ലരീഷ്യൻ സന്യാസ സഭയുടെ വികാരി ജനറൽ റവറൻ ഫാദർ ഗോൺസാലോ ഫെർണാണ്ടസ് CMF സാധനയിൽ കാനോനിക്കൽ സന്ദർശനം നടത്തി. സന്ദർശന സമയത്ത് ടെക്നോ പാർക്കിലെ ജീസസ് യൂത്ത് അംഗങ്ങളുമായി സംവദിച്ച അദ്ദേഹം ഈ യുവജന ശുശ്രൂഷയ്ക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. അതേ വർഷം പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ഔദ്യോഗികമായി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന യുവജനങ്ങളെയും നഗരവാസികളെയും ലക്ഷ്യമാക്കിയുള്ള ഈ ശുശ്രൂഷയ്ക്ക് അനുമതി നൽകി. ടെക്നോ പാർക്കിനടുത്ത് അനുയോജ്യമായ ഒരു സ്ഥലം അന്വേഷിക്കുവാനുള്ള ചുമതലയും അവിടുത്തെ വൈദികരെ ഏൽപ്പിച്ചു. ശ്രീ വാലന്റൈൻ നെവിസ് തോമസിനും സഹോദരൻ ന്യൂട്ടൺ നെവിസ് തോമസിനും ക്ലരീഷ്യൻ സന്യാസ വൈദികരുമായി ഉണ്ടായിരുന്ന ബന്ധം ഇവരെ ക്ലരീഷ്യൻ സന്യാസ സഭയുടെ ഈ ദൗത്യത്തിൽ പങ്കാളികളാകാൻ പ്രേരിപ്പിച്ചു. അവർ തങ്ങളുടെ സ്വത്തുവക ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിന് ന്യായമായ വിലയ്ക്ക് നൽകുവാൻ സന്നദ്ധരായി. ഇതിന്റെ ഫലമായി 2021 ഒക്ടോബർ 23 പുതിയ വസതി ക്ലരീഷ്യൻ സന്യാസ സഭയുടെ സെയിന്റ് തോമസ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട ജോസ് തേൻപിള്ളി ലച്ചൻ ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായ മാർ തോമസ് തറയിൽ പിതാവ് ഭവനം ആശീർവദിക്കുകയും അഭിഷേകം നടത്തുകയും ചെയ്തു. 2021 നവംബർ 5 ഫാദർ ഡൊമിനിക് കുട്ടിയാനിയിൽ ഡെലഗേറ്റ് സുപ്പീരിയറായും ഫാദർ ടോംസി പാലക്കൽ അഡ്മിനിസ്ട്രേറ്ററായും ലിയാത്ത് ആനിമേഷൻ സെന്റർ ഔദ്യോഗികമായി വസതിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 2022 ഫാദർ ജേക്കബ് മുണ്ടിയത്ത് ഈ കേന്ദ്രത്തിൽ വരികയും പിന്നീട് ഡെലഗേറ്റ് സുപ്പീരിയർ ആവുകയും ചെയ്തു. ഏകദേശം 2.5 വർഷക്കാലമായിട്ട് ഈ സ്ഥലം എനിക്ക് പരിചയമാണെങ്കിൽ കൂടിയും ലിയാറ്റ് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ട് തോന്നി തുടങ്ങിയത് ഞാൻ എൻ്റെ വർക്കിന് കയറി നാളിൽ തൊട്ടാണ്. ആ ഒരു സമയങ്ങളിൽ ഞാൻ ലിയാറ്റിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈശോനെ സ്നേഹിക്കുന്ന, ഈശോയ്ക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന, ജോലിയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അതൊന്ന് ഷെയർ ചെയ്യുന്ന ഒരുപാട് യുവജനങ്ങളെ കാണാനിടയായിട്ടുണ്ട്. അത് ശരിക്കും ഇങ്ങോട്ട് വരുവാനും പ്രാർത്ഥിക്കുവാനും ഈശോയുടെ തിരിക്കാനും ഒക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തൊരു ഇൻസിഡന്റ് ആണ്. ലിയാറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈശോനെ ഏറ്റവും അടുത്ത് കിട്ടുന്ന ഒരു ചാപ്പലും അതുപോലെ തന്നെ മോസ്റ്റ് വെൽക്കമിങ് അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള അച്ഛന്മാരും ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷവും ലിയാറ്റിന് മാത്രം പ്രത്യേകതയാണ്. ഈ ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് വരുവാനും ഈ സ്നേഹത്തിൽ പങ്കുചേരുവാനും എല്ലാവരെയും ഭയങ്കര സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. കോളേജ് പഠനം പൂർത്തിയാക്കിയ ഉടൻ അനേകം യുവാക്കൾ IT മേഖലയിലെ തൊഴിൽ ആരംഭിക്കാൻ ടെക്നോ പാർക്കിലേക്ക് എത്തുന്നു.
വർഷം തോറും ആയിരക്കണക്കിന് ആളുകൾ കരിയർ പുരോഗതിയുടെ ഭാഗമായി ഇവിടേക്ക് കുടിയേറുകയും ചെയ്യുന്നു. സങ്കീർണമായ ജോലി സമയക്രമങ്ങൾ, ബൗദ്ധിക സമ്മർദ്ദം, തൊഴിൽ ഭാരം എന്നിവ നേരിടുമ്പോൾ വിശ്വാസത്തിൽ ആഴമുറച്ച് ജീവിതം നയിക്കുവാൻ പലർക്കും പ്രയാസമാകുന്നു. തൊഴിൽ മേഖലയിലെ ഈ സ്വാധീനം വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രകടമാകുന്നു. നിലവിലുള്ള സഭാ ശുശ്രൂഷകൾക്ക് ഈ സമൂഹത്തിന്റെ പ്രത്യേക ആവശ്യങ്ങൾ സമഗ്രമായി കൈകാര്യം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. ഈ പശ്ചാത്തലത്തിൽ ആത്മീയ പോഷണം നൽകി അനേകരെ വിശ്വാസ ജീവിതത്തിൽ ശക്തിപ്പെടുത്തുന്ന നവസുവിശേഷവൽക്കരണ കേന്ദ്രമായി ലിയാത്ത് ആനിമേഷൻ സെന്റർ വളരുന്നു എന്നത് അത്യധികം സന്തോഷം നൽകുന്ന വസ്തുതയാണ്. ഇനിയും അനേകം യുവജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ലിയാത്ത് ആനിമേഷൻ സെന്ററിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഭവനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.